ന്യൂക്ലിക് ആസിഡ്സ് എന്ന് പറയുന്നൊരു പോർഷനും കൂടി നമുക്ക് ആ ഒരു മൊഡ്യൂളിനകത്തുള്ളൂ. ന്യൂക്ലിക് ആസിഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു ലിവിങ് സെല്ലിനകത്ത് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് പ്രോട്ടീൻസ് നമുക്കുണ്ട്. അതിനെയാണ് നമ്മൾ ന്യൂക്ലിയോ പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. ന്യൂക്ലിയോ പ്രോട്ടീൻസ് ഇത് അവർ കോൺജുഗേറ്റഡ് പ്രോട്ടീൻസ് ആണ്, മെയ്ഡപ്പ് ഓഫ് പ്രോട്ടീൻ പാർട്ടും നോൺ പ്രോട്ടീൻ പാർട്ടും. രണ്ട് പാർട്ട്, പ്രോസ്റ്ററ്റിക് ഗ്രൂപ്പുള്ള പാർട്ടും ഉണ്ട്, പ്രോട്ടീൻ ആയിട്ടുള്ള പാർട്ടും ഉണ്ട്. പ്രോസ്റ്ററ്റിക് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അമിനോ ആസിഡ് ഗ്രൂപ്പ് ഇല്ലാത്ത പാർട്ടിനെയാണ് പ്രോസ്റ്ററ്റിക് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആ ഗ്രൂപ്പ് ആ പ്രോട്ടീനിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആയി പോകത്തില്ല. ഡിറ്റാച്ച്ഡ് ആയി പോകത്തില്ല. അതുമല്ല, പെർമനൻ്റ് ആയിട്ട് ആ ഒരു പ്രോട്ടീൻ്റെ ആ ഒരു പ്രോസ്റ്ററ്റിക് ഗ്രൂപ്പ് പ്രോട്ടീൻ്റെ പാർട്ടായിട്ട് പെർമനൻ്റ് ആയിട്ട് അതിൽ കാണും. അതാണ് നമ്മുടെ പ്രോസ്റ്ററ്റിക് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഈ ഗ്രൂപ്പ് ഓഫ് ന്യൂക്ലിയോ പ്രോട്ടീൻസിനെയാണ് നമ്മൾ ന്യൂക്ലിക് ആസിഡ്സ് എന്ന് പറയുന്നത്. ആ പ്രോസ്റ്ററ്റിക് ഗ്രൂപ്പ് ഓഫ് പ്രോട്ടീൻസിനെയാണ് നമ്മൾ ന്യൂക്ലിക് ആസിഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ന്യൂക്ലിക് ആസിഡ്സിനെ നമ്മൾ ഹൈഡ്രോളിസിസ് ചെയ്ത് കഴിഞ്ഞാൽ, അതും ബേസിക് ഹൈഡ്രോളിസിസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ന്യൂക്ലിയോടൈഡ്സ് എന്ന് പറയുന്ന വിഭാഗത്തിലുള്ള പ്രോട്ടീൻസ് കിട്ടും. അവരെ അപ്പം നമുക്ക് എന്ത് മനസ്സിലാക്കാം? ന്യൂക്ലിയോടൈഡ്സ്, പോളി ന്യൂക്ലിയോടൈഡ്സ് ചേരുന്നത്, കുറേ ന്യൂക്ലിയോടൈഡ്സ് ചേരുന്നതാണ് ഈ ന്യൂക്ലിക് ആസിഡ്സ് എന്ന് പറയുന്ന വിഭാഗം എന്ന് പറയുന്നത്. പിന്നെ ന്യൂക്ലിയോടൈഡ്സിനെ നമ്മൾ കംപ്ലീറ്റ് ഹൈഡ്രോളിസിസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3 സാധനങ്ങളാണ് കിട്ടുന്നത്. ഒരു പ്യൂരിനോ പിരമിഡനോ ബേസ് കിട്ടും, ഒരു പെൻഡോസ് ഷുഗർ എന്ന് പറഞ്ഞാൽ 5 കാർബൺ ഉള്ള ഒരു ഷുഗർ കിട്ടും, ഒരു ഫോസ്ഫേറ്റ് അയോൺ കിട്ടും. പ്യൂരിൻ ഓർ പിരമിഡൻ ബേസ്, പെൻഡോസ് ഷുഗർ, ഫോസ്ഫേറ്റ് അയോൺ, ഇത്രയുമാണ് നമുക്ക് ന്യൂക്ലിക് ആസിഡ്സിനെ കംപ്ലീറ്റ് ആയിട്ട് ഹൈഡ്രോളിസിസ് ചെയ്താൽ കിട്ടുന്ന സാധനങ്ങൾ. ന്യൂക്ലിക് ആസിഡ്സ് എന്ന് പറയുന്നത് ലോങ് ചെയിൻ പോളിമേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത് എന്താണ്? ഷുഗർ, ഫോസ്ഫേറ്റ്, നൈട്രജൻ ബേസും കൂടി ചേരുന്ന ഒരു ഇതാണ് ന്യൂക്ലിയോടൈഡിനകത്തുള്ളത്. ന്യൂക്ലിയോടൈഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിവിടെ കണ്ടില്ലേ, ന്യൂക്ലിയോടൈഡ്സിൻ്റെ കംപ്ലീറ്റ് ഹൈഡ്രോളിസിസ് നടത്തുമ്പോൾ ഈ 3 എണ്ണവും കിട്ടും. അപ്പോൾ ഈ 3 എണ്ണം എന്താണ്? പ്യൂരിൻ ഓർ പിരമിഡൻ ബേസ്, അത് ഷുഗർ, ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. നൈട്രജൻ ബേസ് ആണ് ഈ പ്യൂരിന് പിരമിഡൻ ബേസ്, നൈട്രജൻ കണ്ടെയ്നിങ് ബേസസ് ആണത്. അപ്പം ഈ 3 എണ്ണവും കൂടി കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്ന വിഭാഗം കിട്ടും. ഓക്കെ, അപ്പം ഷുഗർ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ RNAയിലുള്ള റൈബോ ന്യൂക്ലിക് ആസിഡ്സ്. ഷുഗർ 2 തരത്തിലാണ് ഇവിടെ ഉള്ളത്, റൈബോസും ഡിയോക്സി റൈബോസും. നമ്മുടെ DNA കാണപ്പെടുന്നതാണ് ഡിയോക്സി റൈബോസ് ഷുഗർ. അങ്ങനെ ഡിയോക്സി റൈബോസ് ഷുഗർ ഉള്ള ന്യൂക്ലിക് ആസിഡുകളെ നമ്മൾ വിളിക്കുന്നതാണ് ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. അതാണ് നമ്മൾ DNA എന്ന് പറയുന്നത്. റൈബോസ് ഷുഗർ ഉള്ള ന്യൂക്ലിക് ആസിഡ്സിനെ വിളിക്കുന്നതാണ് റൈബോ ന്യൂക്ലിക് ആസിഡ്സ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? RNA എന്ന് പറയുന്നത്. പിന്നെ ഈ ഷുഗേഴ്സ് ആണ് ഫോസ്ഫേറ്റ് എസ്റ്റർ ചെയിൻ ത്രൂ C3 ആൻഡ് C5 ഹൈഡ്രോക്സി ഗ്രൂപ്പ്സും ആൻഡ് ബേസസ് ആർ അറ്റാച്ച്ഡ് ടു ദം അറ്റ് C1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഷുഗേഴ്സ് ആണ് ഫോസ്ഫേറ്റ് എസ്റ്റർ ചെയിനുമായിട്ട് C3 ആൻഡ് C5 ഹൈഡ്രോക്സി ഗ്രൂപ്പിൻ്റെ ലിങ്കേജസ് ഉണ്ടാക്കുന്നത്. ബേസസ് അറ്റാച്ച് ചെയ്യുന്നിരിക്കുന്നത് C1 ആണ് ത്രൂ എ ബീറ്റ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ്. അത് ഒത്തിരി ഡീപ്പായിട്ടൊന്നും നിങ്ങൾക്ക് വേണ്ട. എന്തൊക്കെയാണെന്നൊന്നും അറിഞ്ഞു വെക്കുന്നത് നല്ലതാണ്. ഇതിനകത്ത് നോക്കിയേ, ന്യൂക്ലിക് ആസിഡ്സിനകത്ത് പ്രസൻ്റ് ആയിട്ടുള്ള ഹെറ്ററോസൈക്ലിക് ബേസസ് ആണെന്ന് പറഞ്ഞാൽ പ്യൂരിൻ ബേസസും ഉണ്ട്, പിരമിഡിൻ ബേസസും ഉണ്ട്. പ്യൂരിൻ ബേസസ് ആണ് അഡിനിൻ, ഗ്വാനിനും. പിരമിഡിൻ ബേസസ് ആണ് തൈമിൻ, സൈറ്റോസിൻ ആൻഡ് യുറാസിൽ എന്ന് പറയുന്നത്. RNAയിലും DNA-യിലും എന്തുണ്ട്? അഡിനിനുണ്ട്, ഗ്വാനിനുണ്ട്, സൈറ്റോസിനുണ്ട്. RNAയും DNA-യും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? യുറാസിലാണ് RNAയിലുള്ളത്, പക്ഷെ തൈമിനാണ് DNA-യിലുള്ളത്. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ 2 എണ്ണത്തിനകത്ത്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ന്യൂക്ലിയോസൈഡ് എന്താണ്, ന്യൂക്ലിയോടൈഡ് എന്താണെന്നുള്ളതാണ്. അത് അങ്ങനെ ചോദിക്കാറില്ല, ജസ്റ്റ് ഒന്ന് പറയാം.
ന്യൂക്ലിയോസൈഡ് എന്താണ്? ന്യൂക്ലിയോസൈഡ് റെഫേഴ്സ് ടു ബേസ് ഷുഗർ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ബേസും ഷുഗറും കൂടിയുള്ള യൂണിറ്റിനെയാണ് നമ്മൾ ന്യൂക്ലിയോസൈഡ് എന്ന് പറയുന്നത്. പക്ഷേ ന്യൂക്ലിയോടൈഡ് എന്ന് പറഞ്ഞാൽ ബേസ് ഉണ്ട്, ഷുഗർ ഉണ്ട്, ഫോസ്ഫോറിക് ആസിഡ് യൂണിറ്റ് ഉണ്ട്. മനസ്സിലായോ? അപ്പം ഈ മൂന്നും കൂടി ചേർന്നാണ് ന്യൂക്ലിയോടൈഡ് എന്ന് പറഞ്ഞാൽ. അപ്പം നോക്കിയേ, ഷുഗർ റൈബോസിനകത്ത് ബേസ് അഡിനൈൻ ഉണ്ട് ടു ഫോം ന്യൂക്ലിയോസൈഡ്. അഡിനോസിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റൈബോസ് ഷുഗർ അഡിനൈൻ ബേസുമായിട്ട് കമ്പൈൻ ചെയ്ത് ന്യൂക്ലിയോസൈഡ് ഉണ്ടാക്കുന്നു, അഡിനോസിൻ നമ്മുടെ ഫോസ്ഫോറിക് ആസിഡുമായിട്ട് എന്ത് ചെയ്യുന്നു? കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ന്യൂക്ലിയോടൈഡായി മാറുന്നു, അഡിനിലിക് ആസിഡ്. മനസ്സിലായോ? അതാണ് ന്യൂക്ലിയോസൈഡും ന്യൂക്ലിയോടൈഡും തമ്മിലുള്ള വ്യത്യാസം. ന്യൂക്ലിയോസൈഡ് എന്ന് പറഞ്ഞാൽ ബേസും ഷുഗറുമേ കാണത്തുള്ളൂ. ന്യൂക്ലിയോടൈഡ് എന്ന് പറഞ്ഞാൽ ബേസ്, ഷുഗർ, ഫോസ്ഫോറിക് ആസിഡ് രണ്ടും കാണും. ഓക്കെ, നെക്സ്റ്റ് സ്ട്രക്ചർ ഓഫ് RNA ആണ്. ഇത് നിങ്ങളുടെ ഇതിൽ പറയുന്നുണ്ട്, RNAയുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. DNA സ്ട്രക്ചറും പറയുന്നുണ്ട്, പക്ഷെ ചോദിച്ചിട്ടില്ല എന്ന് തോന്നുന്നു ഇതുവരെ. ആ സ്ട്രക്ചർ ഒന്ന് എന്തായാലും പഠിച്ചു വെച്ചേരെ. ന്യൂക്ലിക് ആസിഡ്സ് എന്ന് പറഞ്ഞാൽ പോളിയോ ന്യൂക്ലിയോടൈഡ്സ് ആണെന്ന് നമുക്കറിയാം. ഫോസ്ഫേറ്റ് എസ്റ്റർ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്, ഒരു മോളിക്യൂളുടെ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിൻ്റെ C5 അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിൻ്റെ ഓക്സിജൻ വഴിയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. മറ്റേ ആളുടെ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് C3 കാർബണിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഹൈഡ്രോക്സിൽ ഗ്രൂപ്പുമായിട്ടാണ് ഇത് വരുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു കാർബൺ 5ൻ്റെ OHും കാർബൺ 3യുടെ OHും കൂടിയാണ് കണക്ഷൻ വരുന്നത്. അതാണ് അത് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, റൈബോ ന്യൂക്ലിക് ആസിഡ്സ് ആർ ന്യൂക്ലിക് ആസിഡ്സ് ഹാവിങ് റൈബോസ് കോൺസ്റ്റന്റ്. റൈബോസ് ഷുഗർ ഉള്ള വരെയാണ് നമ്മൾ റൈബോ ന്യൂക്ലിക് ആസിഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനകത്ത് കുറേ എക്സ്പെരിമെൻറ്റ്സ് ഉണ്ട്. നോക്കി, ഹൈഡ്രജൻ അയോൺ ടൈട്രേഷൻസ് ഓൺ പ്യൂരിഫൈഡ് RNA ഷോസ്. ഇതിനകത്ത് കുറച്ച് അവർ കാര്യങ്ങൾ പറയുന്നത് അതുപോലെ പഠിച്ചു വെക്കുക. ആബ്സെൻസ് ഓഫ് സെക്കൻഡറി ഫോസ്ഫേറ്റ് അയണൈസേഷൻ്റെ ആബ്സെൻസ് ഹൈഡ്രജൻ അയോൺ ടൈട്രേഷൻസ് കാണിക്കുന്നുണ്ട്. ഈ ഒരു എക്സ്പെരിമെൻ്റ് പ്രൂവ് ചെയ്തത് എന്താണ്? റൈബോ ന്യൂക്ലിയോടൈഡ്സ് ഫോസ്ഫേറ്റ് ഡയസ്റ്റർ ലിങ്കേജസ് വഴിയാണ് ലിങ്ക് ചെയ്തിരിക്കുന്നതെന്നാണ് ഈ ഒരു എക്സ്പെരിമെൻ്റ് നമുക്ക് പറഞ്ഞു തന്നത്. അതുകൊണ്ടാണ് മേളിൽ അങ്ങനെ ഒരു സെൻറ്റൻസ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ റൈബോ ന്യൂക്ലിയോടൈഡ്സ് ഫോസ്ഫേറ്റ് ഡയസ്റ്റർ ലിങ്കേജസ് വഴിയാണ് ലിങ്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇൻ്റർ ന്യൂക്ലിയോടൈഡ് ബോണ്ട്സ് എങ്ങനെയായിരിക്കും? C2 ഹൈഡ്രോക്സി ഗ്രൂപ്പ് ഓഫ് C2 C3 C5 വഴിയായിരിക്കും ലിങ്ക് ചെയ്തിരിക്കുക. അവർ തമ്മിലായിരിക്കും ലിങ്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ ഹൈഡ്രോളിസിസ് ഓഫ് സ്പ്ലീൻ ഫോസ്ഫോഡയസ്റ്ററേസ് വിച്ച് ഈസ് സ്പെസിഫിക് ഫോർ C5O5 ബോണ്ട് എന്ന് പറഞ്ഞാൽ സ്നേക്ക് വെനം ഫോസ്ഫോഡയസ്റ്ററേസ് വിച്ച് ഈസ് സ്പെസിഫിക് ഫോർ C3OP ബോണ്ട് ഹാസ് ഷോൺ ദാറ്റ് ഫോസ്ഫേറ്റ് എസ്റ്റേഴ്സ് ലിങ്ക് C3 ഹൈഡ്രോക്സിൽ ഓഫ് 1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ എൻസൈംസ് സ്പ്ലീൻ ഫോസ്ഫോഡയസ്റ്ററേസ് അത് സ്പെസിഫിക് ആണ്, ഈ C5OP ബോണ്ടിന് സ്പെസിഫിക് ആയിട്ടുള്ള എൻസൈമാണ്. സ്നേക്ക് വെനം ഫോസ്ഫോഡയസ്റ്ററേസ് C3OP ബോണ്ടിനുള്ള OP ബോണ്ടിൽ മാത്രം പ്രവർത്തിക്കുന്ന ഒരു എൻസൈമാണ്. അപ്പം നമ്മൾ ഇവരെ വെച്ച് ഹൈഡ്രോളൈസ് ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഫോസ്ഫേറ്റ് എസ്റ്റേഴ്സ് ലിങ്ക് ചെയ്തിരിക്കുന്ന C3 ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഓഫ് 1 റൈബോസ് ടു C5 ഓഫ് അനദർ. അത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അത് ജസ്റ്റ് അവർ എക്സ്പെരിമെൻറ്റ്സ് പറയുന്നു, അതിൻ്റെ എന്താണ് അതിൽ നിന്ന് കൺക്ലൂഡ് ചെയ്തത് അത് ജസ്റ്റ് പറയുന്നേ ഉള്ളൂ. നമ്മൾ അതുപോലെ അങ്ങ് അത് പഠിച്ചു വെച്ചാൽ മതി. പിന്നെ ഇതിനെ ടെട്രാ ന്യൂക്ലിയോടൈഡ്സ് തിയറി സജസ്റ്റ് ചെയ്തു ലെവിൻ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ്. അതെന്ന് പറഞ്ഞാൽ എന്താണ്? ടെട്രാ ന്യൂക്ലിയോടൈഡ് തിയറി എന്താണ്? ന്യൂക്ലിക് ആസിഡ് മോളിക്യൂൾസ് വെർ ബിലീവ് ടു കൺസിസ്റ്റ് ഓഫ് ഓൺലി 4 ന്യൂക്ലിയോടൈഡ്സ് ആസ് ദ ഫോമർ ഓൺ ഹൈഡ്രോളിസിസ് പ്രൊഡ്യൂസ് ഓൺലി 4 ഡിഫറെൻറ്റ് ന്യൂക്ലിയോടൈഡ്സ് എന്ന് പറഞ്ഞാൽ ന്യൂക്ലിക് ആസിഡ്സ് എന്ന് പറയുന്നത് 4 ന്യൂക്ലിയോടൈഡ്സ് വെച്ചേ ഫോം ചെയ്തിട്ടുള്ളൂ. ഹൈഡ്രോളിസിസ് ചെയ്താൽ നമുക്ക് 4 ഡിഫറെൻറ്റ് ന്യൂക്ലിയോടൈഡ്സ് കിട്ടുകയുള്ളൂ. അതാണ് ടെട്രാ ന്യൂക്ലിയോടൈഡ് തിയറി. പക്ഷെ അതൊരിക്കലും കറക്റ്റ് അല്ല. കാരണം എന്താണ്? മോളിക്കുലർ വെയിറ്റ് ഓഫ് ന്യൂക്ലിക് ആസിഡ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു റേഞ്ചിലാണ് വരുന്നത്. ഹൈ മോളിക്കുലർ വെയിറ്റ് ഉള്ളതിനാൽ അതൊരിക്കലും 4 മോളിക്യൂൾ ന്യൂക്ലിയോടൈഡ്സ് മാത്രം ആയിരിക്കില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ടെട്രാ ന്യൂക്ലിയോടൈഡ് തിയറി ഗിവപ്പ് ചെയ്തു. ആൻഡ് ന്യൂക്ലിക് ആസിഡ്സ് പോളിയോ ന്യൂക്ലിയോടൈഡ്സ് ആണെന്ന് നമ്മൾ അവിടെ നിന്ന് മനസ്സിലാക്കി.
മനസ്സിലായോ? അതൊന്നും ടെട്രാന്യൂക്ലിയോടൈഡ് തിയറി സജസ്റ്റ് ചെയ്തെങ്കിലും ടെട്രാന്യൂക്ലിയോടൈഡ് തിയറി പറയുന്നത് എന്താണ്? ന്യൂക്ലിക് ആസിഡ് മോളിക്യൂൾസ് 4 ന്യൂക്ലിയോടൈഡ്സ് വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുമല്ല അതിൻ്റെ ഹൈഡ്രോളിസിസ് 4 ന്യൂക്ലിയോടൈഡ്സേ തരുവുള്ളൂ എന്ന്. പക്ഷേ അതിൻ്റെ മോളിക്കുലർ വെയിറ്റ് നോക്കിയപ്പോൾ അങ്ങനെയല്ല, നല്ല ഹൈ മോളിക്കുലർ വെയിറ്റ് ഉണ്ട്. അപ്പോൾ ഒരിക്കലും അത് 4 ന്യൂക്ലിയോടൈഡ്സ് വെച്ച് ഉണ്ടാക്കിയായിരിക്കില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ന്യൂക്ലിക് ആസിഡ്സ് പോളിന്യൂക്ലിയോടൈഡ്സ് ആണ് നമ്മളവിടെ മനസ്സിലാക്കി. പിന്നെ സർ AR ടോഡാണ് പ്രപ്പോസ് ചെയ്തത്. ലോങ് അൺബ്രാഞ്ച്ഡ് ചെയിൻ സ്ട്രക്ചറാണ് അവർക്കുള്ളത്. ബാക്ക് ബോൺ അവരുടെ ഷുഗർ ആൻഡ് ഫോസ്ഫേറ്റ് യൂണിറ്റ്സ് ആണെന്നും ഹെട്രോസൈക്ലിക് ബേസസ് അതിനകത്തുണ്ടെന്നും റെഗുലർ ഇൻ്റർവെൽസിൽ ഹെട്രോസൈക്ലിക് ബേസസ് അതിനകത്തുണ്ടെന്നും നമ്മളത് മനസ്സിലാക്കി. ഓക്കെ, അപ്പോൾ കോമൺ ബേസസ് പ്രസൻറ്റ് ഇൻ RNA എന്ന് പറയുന്നത് അഡിനിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ, യുറാസിൻ. DNA സ്ട്രക്ചറും ഇതുതന്നെയാണ് വരുന്നത്. ഇതിനകത്ത് വ്യത്യാസം വരുന്നത് ബേസിന് വ്യത്യാസം വരും. പിന്നെ അവിടെ 2 തിയറിയും കണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് സ്ട്രക്ചർ ഓഫ് RNA എന്ന് പറയുന്ന പോർഷൻ എന്ന് പറയുന്നത്, സ്ട്രക്ചർ ഓഫ് റൈബോന്യൂക്ലിക് ആസിഡ്സ്. പടമൊക്കെ കൊടുത്തിട്ടുണ്ട്, പടമൊന്നും വരയ്ക്കേണ്ട ആവശ്യമില്ല, എന്തായാലും വരയ്ക്കാൻ നല്ല പാടായിരിക്കും. പക്ഷേ സ്ട്രക്ചർ ഓഫ് RNA ചോദിക്കുമ്പോൾ ജസ്റ്റ് അവരുടെ ഇത് എഴുതിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. നെക്സ്റ്റ് ടൈപ്സ് ഓഫ് RNA ആണ്. അത് 3 തരം RNA ഉണ്ട്. മെസ്സഞ്ചർ RNA, ട്രാൻസ്ഫർ RNA, റൈബോസോമൽ RNA. ഇത് പഠിച്ചിട്ടുണ്ടാവുമല്ലോ. മെസ്സഞ്ചർ RNA എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോട്ടീൻ സിന്തസിസിന് വേണ്ടി ടെംപ്ലേറ്റ് കൊടുക്കുന്ന ആളാണ് ഈ മെസ്സഞ്ചർ RNA. സെർവ്സ് ആസ് എ ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്തുണ്ട്? 3 ബേസസിൻ്റെ കോഡ് mRNAയിലുണ്ട്. ആ ബേസസിനെയാണ് നമ്മൾ കോഡോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ mRNAയിലാണ് കോഡോൺസ് ഉള്ളത്. ഓക്കെ, നമുക്ക് 64 ഡിഫറെൻറ്റ് കോഡോൺസ് ഉണ്ട്. അതിനകത്ത് 61 സ്പെസിഫിക് അമിനോ ആസിഡ്സിന് വേണ്ടിയുള്ളതാണ്. അവസാനത്തെ 3 കോഡ് എന്ന് പറയുന്നത് ചെയിൻ ടെർമിനേഷന് വേണ്ടിയുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പം AAG, AUG, ACG അങ്ങനെ പല കോഡോൺസ് കാണും. അത് നമുക്ക് 64 ഉണ്ട്. പക്ഷേ അതിനകത്ത് 61 അമിനോ ആസിഡ്സിന് വേണ്ടി തന്നെ ഉള്ളതാണ്, ഓരോ പ്രോട്ടീൻസിന് വേണ്ടിയുള്ളതാണ്. പക്ഷേ ബാക്കി 3 എന്ന് പറയുന്നത് ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ വരുവാണ്. അപ്പം വേറൊരു RNA സ്ട്രാൻഡ് ഇങ്ങനെ വരുന്നു, ഇതുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു. ഈ പ്രോസസ്സ് എപ്പോഴേലും ടെർമിനേറ്റ് ആവണമല്ലോ, ആ ടെർമിനേഷന് വേണ്ടിയാണ് ബാക്കി 3 കോഡോൺസ് ഉള്ളത് നമുക്ക്. ഓക്കെ, അലാനിന് 4 കോഡോൺസ് ഉണ്ട്. GCA, GCG, GCG, GCU അങ്ങനെ. ഓക്കെ, ഒന്നുമില്ല, അത് പ്രോട്ടീൻ സിന്തസിസിനുള്ള ടെംപ്ലേറ്റ് നൽകുന്ന ആൾക്കാരാണെന്ന് പ്രത്യേകമായിട്ട് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, ട്രാൻസ്ഫർ RNA എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ RNAയിൽ നമ്മൾ സോലുബിൾ RNA എന്നും പറയും. കാരണം അതെന്താണ്? വാട്ടറിൽ സോലുബിൾ ആയതുകൊണ്ട് സോലുബിൾ RNA എന്നും പറയും. ലോ മോളിക്കുലർ വെയിറ്റ് ആണ് അതിന്, അതുകൊണ്ട് അവർ sRNA എന്നും പറയും. tRNAയുടെ ട്രാൻസ്ഫർ RNAയുടെ ഇതെന്താണ്? റോൾ എന്താണ്? കോഡിനെ റീഡ് ചെയ്തിട്ട് mRNAയിൽ നിന്ന് വരുന്ന കോഡുകളെ റീഡ് ചെയ്യുക, അതാണ് ട്രാൻസ്ലേഷൻ. ആ പ്രോസസ്സിനെയാണ് നമ്മൾ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. mRNAയിൽ നിന്ന് വരുന്ന കോഡുകളെ റീഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? അതിൻ്റെ സ്പെസിഫിക് കോഡോണുമായിട്ട് അത് മാച്ച് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് tRNAയുടെ ഒരു റോളെന്ന് പറയുന്നത്. പിന്നെ റൈബോസോമൽ RNA എന്ന് പറഞ്ഞാൽ റൈബോസോംസിൽ tRNAയ്ക്കും mRNAയ്ക്കും ബൈൻഡിങ് സൈറ്റ് കൊടുക്കുന്നു. പ്രോട്ടീൻ സിന്തസിസിൻ്റെ സമയത്ത് ബൈൻഡിങ് സൈറ്റ് കൊടുക്കുന്ന ഒരു RNA ആണ് ഈ റൈബോസോമൽ RNA എന്ന് പറയുന്നത്. റൈബോസോംസിലാണ് അത് കാണപ്പെടുന്നത്. ഓക്കെ, ഇത്രയുമാണ് നമ്മുടെ RNA എന്ന് പറയുന്നത്. അടുത്ത ഇതെന്ന് പറയുന്നത് DNA-യും പിന്നെ DNA-യുടെ സ്ട്രക്ചറും ഫങ്ഷൻസും ആണ്. അത് നമുക്ക് അടുത്ത ഇതിൽ പറയാം.